നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കൂഡ്ലു പായിച്ചാലിൽ പന്നിഫാമിലെ മാലിന്യക്കുഴിയിൽ വീണുണ്ടായ അതിഥി തൊഴിലാളിയുടെ മരണം ദാരുണ സംഭവമായി. നേപ്പാൾ സ്വദേശി മഹേഷ് റൈയാണ് മരിച്ചത്. ഓപ്പറേഷൻ സ്മൈൽ പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഡിസംബർ 31-ന് KSRTC ഡിപ്പോ പരിസരത്ത് ധർണ സംഘടിപ്പിക്കും. 3 മുതൽ അനിശ്ചിതകാല സമരം. കലോത്സവത്തിൽ ആരോഗ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സമയ ചുമതല. അനുകരണ കലാകാരൻ പ്രകാശൻ ചന്ദേര തിരക്കിലാണ്. മഞ്ചേശ്വരം തുമിനാട് മഹാകാളി റോഡിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 7 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കൂഡ്ലു പായിച്ചാലിൽ പന്നിഫാമിലെ മാലിന്യക്കുഴിയിൽ വീണുണ്ടായ അതിഥി തൊഴിലാളിയുടെ മരണം ദാരുണ സംഭവമായി. നേപ്പാളിലെ ഇലാം ജില്ലയിലെ മഹേഷ് റൈയാണ് മരിച്ചത്. മാലിന്യക്കുഴിയിൽ വീണ മഹേഷിനായി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ശ്രമം വിഫലമായി. പന്നിഫാമിലെ മാലിന്യക്കുഴിയിൽ വീണുണ്ടായ അതിഥി തൊഴിലാളിയുടെ മരണം കാസർഗോഡിനെ നൊമ്പരപ്പെടുത്തുന്ന സംഭവമായി. നേപ്പാളിലെ ഇലാം ജില്ലയിലെ മഹേഷ് റൈക്കാണ് ദാരുണ മരണമുണ്ടായത്. ഇന്നലെ വൈകിട്ട് കാസർഗോഡ് കൂഡ്ലു പായിച്ചാൽ പൂവങ്കരയിലെ ഗണേഷ് റായുടെ ഉടമസ്ഥതയിലുള്ള പന്നിഫാമിലായിരുന്നു അപകടമുണ്ടായത്. വാട്ടർ ടാങ്കിൻ്റെ മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്ത് ഫോണിൽ സംസാരിച്ചു വരുന്നതിനിടെ മഹേഷ് അബദ്ധത്തിൽ മാലിന്യക്കുഴിയിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം. ഫാമിലെ മറ്റൊരു തൊഴിലാളി ഉടൻ തന്നെ രക്ഷിക്കുവാൻ ശ്രമിച്ചെങ്കിലും മഹേഷിൻ്റെ ചെരുപ്പ് മാത്രമാണ് ലഭിച്ചത്. അപകട സാഹചര്യമായതിനാൽ തൊഴിലാളി പരിസരവാസികളെ വിവരമറിയിച്ചു. എന്നാൽ വലിയ കുഴിയായതിനാൽ രക്ഷാപ്രവർത്തനം നടത്തുവാനാകാത്ത സ്ഥിതിയായിരുന്നു. തുടർന്ന് കാസർഗോഡ് നിന്നും അഗ്നിരക്ഷാസേന എത്തുകയും പാതാളക്കരണ്ടി ഉൾപ്പെടെ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും മഹേഷിനെ രക്ഷപ്പെടുത്തുവാനായില്ല. കാസർഗോഡ് ടൗൺ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഫാമിലെ ജോലിക്കായി ഇന്നലെയാണ് മഹേഷ് ഇവിടെ എത്തിയത്. ഇന്നു മുതൽ ജോലിക്ക് കയറാനിരിക്കെയാണ് അപകടമുണ്ടായത്. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മഹേഷിൻ്റെ ബന്ധുക്കളുമായി ബന്ധപ്പെടുവാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുന്ന ഓപ്പറേഷൻ സ്മൈൽ പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കൊറഗ വിഭാഗക്കാർക്ക് നഗരത്തിനകത്ത് കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുന്ന ഓപ്പറേഷൻ സ്മൈൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൺലൈനായാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രത്യേക ദുർബല വിഭാഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് രേഖ നൽകുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട 5 വിഭാഗങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ താലൂക്കുകളിൽ 51 നഗരങ്ങളിലായി താമസിച്ചു വരുന്ന കൊറഗർ വിഭാഗം. ഇവരെ സാമൂഹികമായും സാമ്പത്തികമായും സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ കൈവശമുള്ള ഭൂമിക്ക് രേഖ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടി ജില്ലാ ഭരണകൂടം തന്നെ കാസർഗോഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. മന്ത്രി OR കേളു ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി രാജേഷ്, ജില്ലാ ട്രൈബൽ ഓഫീസർ KK മോഹൻദാസ്, അസിസ്റ്റന്റ് ട്രൈബൽ ഓഫീസർ KV രാഘവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയത്തിൽ മണിപ്പൂർ കലാപ പശ്ചാത്തലം ഗൗരവപൂർവ്വം കാഴ്ചക്കാരിലെത്തിച്ച കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി. ശബ്ദമില്ലാത്ത മത്സരത്തിൽ അഭിനയ ചാതുരി പുറത്തെടുത്ത വിദ്യാർത്ഥികൾ കാണികളുടെ കയ്യടി വാങ്ങി. മൂകാഭിനയത്തിൻ്റെ ചടുലതയിൽ ഒരു വിദ്യാർത്ഥിക്ക് ക്ഷീണം അനുഭവപ്പെട്ടെങ്കിലും അത് വകവയ്ക്കാതെയുള്ള പ്രകടനത്തിലാണ് ടീം സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണിപ്പൂർ കലാപത്തിൻ്റെ പശ്ചാത്തലം നിശബ്ദമായി അവതരിപ്പിച്ചാണ് കമ്പല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിജയം സ്വന്തമാക്കിയത്.
നമ്മളെ പരിശീലിച്ചത് പയ്യന്നൂരല്ല, സുബിൻ പയ്യന്നൂർ പേരുള്ള മാഷാണ് പഠിപ്പിച്ചത്. നീണ്ട 4 മാസത്തെ പ്രാക്ടീസായിരുന്നു നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പം പ്രാക്ടീസ് ചെയ്യാനുള്ളതിന് നമുക്കിവിടെ കിട്ടി, അതിനുള്ള സന്തോഷമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിന്. അപ്പോൾ കഴിഞ്ഞ വർഷം അൺഫെയർ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് കാരണം നമ്മൾ കുറേ വിഷമിച്ചിട്ടാണ് ഈ ജില്ലാ വേദിയിൽ നിന്ന് പോയിന്. അത് തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷമാണ് ഒന്നാമത് നമുക്ക് ഈ പ്രാവശ്യം ഉള്ളത്. ഒരപ്പീൽ ഉൾപ്പെടെ 8 ടീമുകൾ മത്സരിച്ച മൂകാഭിനയത്തിൽ 5 സ്കൂളുകൾക്ക് എ ഗ്രേഡ് ലഭിച്ചു. സുബിൻ പയ്യന്നൂരാണ് ടീമിനെ പരിശീലിപ്പിച്ചത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വർണ്ണാഭമായ ചിത്രങ്ങളോടെ ചെറുവത്തൂർ BRCയിൽ ലോക ഭിന്നശേഷി വാരാചരണത്തിന് തുടക്കം. ഉദിനൂരിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിലാണ് പരിപാടികൾക്ക് ആരംഭം കുറിച്ചത്. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ BRCയിലെ ലോക ഭിന്നശേഷി വാരാചരണത്തിന് ഉദിനൂർ സ്കൂളിലെ കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിൽ തുടക്കം. വർണ്ണക്കൂട്ടുകളാൽ ചിത്രങ്ങൾ വരച്ചും ഭിന്നശേഷിക്കാർ ഒറ്റയ്ക്കല്ലെന്നും ഈ സമൂഹമാകെ ഒപ്പമുണ്ടെന്നും ഓർമ്മപ്പെടുത്തി ക്യാൻവാസിൽ ഒപ്പുവെച്ചും ഗാനങ്ങൾ ആലപിച്ചും നടന്ന പരിപാടി കെങ്കേമമായി. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. വളരെ മനോഹരമായ പ്രഗത്ഭന്മാരായ ആർട്ടിസ്റ്റുകളാണ് ഇവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ആദ്യത്തെ ദിവസം തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇവിടെ കലോത്സവം കാണുവാൻ വേണ്ടി എത്തിയിരുന്നു. അവർക്ക് പ്രത്യേക പരിഗണന നൽകി വേദിയിലിരുത്തി വളരെ സംതൃപ്തരായാണ് അവർ ഇവിടെ നിന്ന് മടങ്ങിയത്. വിദ്യാഹരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ M സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS നജീബ്, പടന്ന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ, പ്രമോദ് അടുത്തില, C സനൂപ്, TV ഷിബിമോൾ, KU നിമിത, മുംതാസ്, PM എന്നിവർ സംസാരിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ BRCയുടെ നേതൃത്വത്തിൽ LP UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം, ഭിന്നശേഷി കുട്ടികളുടെ സംഗമം, വിളംബര ഘോഷയാത്ര, ഫ്ലാഷ് മോബ്, സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഭിന്നശേഷി കുട്ടികൾക്കുള്ള അനുമോദനം, രക്ഷിതാക്കൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്, സൈക്കിൾ റാലി തുടങ്ങിയ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡിസംബർ 3 മുതൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ. പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് KSRTC ഡിപ്പോ പരിസരത്ത് ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 3 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ അനിശ്ചിതകാല സമരം ആരംഭിക്കും. സംസ്ഥാന അടിസ്ഥാനത്തിൽ പെൻഷൻകാർ വിവിധ പ്രക്ഷോഭ പരിപാടികൾ നടത്തിവരികയാണെന്നും ഇതിന്റെ ഭാഗമായി കാസർഗോഡ് KSRTC ഡിപ്പോ പരിസരത്ത് ധർണ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 2-3 ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഒന്ന്, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക. മറ്റൊന്ന്, ശമ്പള പരിഷ്കരണം നടത്തുന്ന സമയത്ത് KSRTCക്കാർക്കും കൂടെ പെൻഷൻ പരിഷ്കരണം കൂടെ നടത്താറുണ്ട്. പക്ഷേ കഴിഞ്ഞ 21-ൽ നടന്ന ശമ്പള പരിഷ്കരണത്തിൽ KSRTC പെൻഷൻകാർ ഒഴിവാക്കിക്കൊണ്ടുള്ള ശമ്പള പരിഷ്കരണമാണ് നടന്നത്. അത് എന്ത് ചെയ്യുക, ഉടനെ ഇത് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നടത്തി തരാനുള്ള നടപടി സ്വീകരിക്കുക. അതുപോലെ അതുപോലെ നമുക്ക് ഈ ഓണത്തിനൊന്നും 1000 രൂപ എല്ലാ ജീവനക്കാർക്കും കൊടുക്കാറുണ്ട്. എല്ലാ ജീവനക്കാർക്കും കൊടുക്കാറുണ്ട്. പക്ഷേ KSRTC ജീവനക്കാർ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ 1000 രൂപ ഓണത്തിന് ഒരു അലവൻസും സർക്കാരോ മാനേജ്മെൻറ്റോ തരുന്നില്ല. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ അനിശ്ചിതകാല സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ MV, സംസ്ഥാന കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി K ഗണേശൻ, കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് VP നാരായണൻ, സെക്രട്ടറി K രാമകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാടറിയാൻ നാട്ടിലിറങ്ങി വിദ്യാർത്ഥികൾ. പൈക്ക AUP സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് സംഘടിപ്പിച്ച ദ്വിദിന സഹവാസ ക്യാമ്പ് ശ്രദ്ധേയമായി. നിർമ്മൽ കുമാർ കാരടുക്ക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നാടിൻ്റെ ചരിത്രമറിയുവാൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്കിറങ്ങി.
പൈക്ക AUP സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് സംഘടിപ്പിച്ച ദ്വിദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായാണ് നാടിൻ്റെ സാംസ്കാരിക ചരിത്രം, തൊഴിലിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, ചരിത്രശേഷിപ്പുകൾ എന്നിവ നേരിട്ട് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി വിദ്യാർത്ഥികൾ നാട്ടിലേക്കിറങ്ങിയത്. നിർമ്മൽ കുമാർ കാറടുക്ക സഹവാസ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൈതൃകമുള്ള, സംസ്കാരമുള്ള, വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുള്ള സംസ്കാരമുള്ള ഒരു നാടിൻ്റെ ഭാഗമാണ് പൈക്ക എന്ന് പറയുന്നത്. അപ്പോൾ പൈക്ക സ്കൂളിലെ 6-7 ക്ലാസ്സിലെ കുട്ടികൾ 2 ദിവസം നാടിനറിയാൻ പോകുന്നു എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഭവമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പഠനത്തോടൊപ്പം തന്നെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നടത്തിയതിൽ ഏറെ അഭിനന്ദിക്കുന്നു. ഈ ഒരു മുഹൂർത്തത്തിൽ എത്തിപ്പെടാൻ പറ്റി തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അധ്യാപകരുടെ കൂട്ടായ്മ, PTA കൂട്ടായ്മ, മാനേജ്മെൻറ്റിൻ്റെ കൂട്ടായ്മയൊക്കെ ഈ കുട്ടികൾക്ക് നൽകുന്ന ഒരു പുതിയ അനുഭവമായി മാറട്ടെ എന്ന് അറിയിക്കുന്നതിലേറെ സന്തോഷമുണ്ട്. PTA പ്രസിഡന്റ് അബ്ദുൽ റസാഖ് അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് ഹസൈനാർ മിത്തടി, നെക്രാജെ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണ നായിക്, നിത്യാനന്ദ നെല്ലിത്തല, MPTA പ്രസിഡന്റ് പ്രസന്ന, ശിവരാമൻ BR, മനോഹര ശെട്ടി, മുരളീധരൻ, തസ്ലീം എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ M ശശിധരൻ സ്വാഗതവും SRG കൺവീനർ ആശാകുമാരി VK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെ അനുകരണ കലയിൽ ഒട്ടേറെ പ്രതിഭകളെ കലോത്സവ രംഗത്തേക്ക് എത്തിച്ച പ്രകാശൻ ചന്ദേര എന്ന കലാപരിശീലകൻ ഉദിനൂരിൽ നടന്നുവരുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആരോഗ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സമയ ചുമതലയിലാണ്. കരയാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും കരുതും. കുട്ടിയെ പഠിപ്പിക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാം മുകളിലൊരാളുണ്ടല്ലോ, കാണാൻ വരാം. കലാപ്രവർത്തനം സാമൂഹ്യ ബോധവൽക്കരണത്തിനുള്ള ഉപാധി കൂടിയാണ് എന്ന അഭിപ്രായക്കാരൻ കൂടിയാണ് പ്രകാശൻ. കേരള NGO യൂണിയൻ സംഘടിപ്പിച്ച സംസ്ഥാനതല സർഗോത്സവ അരങ്ങിൽ തുടർച്ചയായി 6 തവണ ഏകാഭിനയത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. മിമിക്രി, മോണോ ആക്ട്, സ്കിറ്റ്, നാടകം എന്നുവേണ്ട പ്രകാശൻ ചന്ദേര കൈവയ്ക്കാത്ത മേഖലകൾ ചുരുക്കമാണ്. 25 വർഷമായി മിമിക്രിയിൽ സജീവമാണ്. ഈ പോയതാണ് അത്യുദ്ധാധുനികം, വരട്ടെ അമ്മായി. നീ കേക്കറണേ, നീ പറയറ ഉരുപ്പേ, എനിക്കാണെങ്കിൽ തീരെ സുഖൂലണേ. 2 ദിവസമായിട്ട് ഒരു കോച്ചിപ്പിടുത്തം കാലിൻ്റെ എടുക്കുന്നു. എന്നിട്ട് ഈ ചെക്കനോട് പറഞ്ഞു, എൻ്റെ ശാരദയുടെ മോൻ ചെക്കൻ, ഇളയ ചെക്കനോട് പറഞ്ഞിട്ട് നീലപ്പൃങ്ങാതി എണ്ണ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. ചെക്കൻ വാങ്ങിയിട്ട് വന്ന് ഇനി കൊട്ടൻ്റെ ചുക്കാതി അല്ലേണേ. പരിദേവതേ എന്നൊന്നാടാ ഒച്ചനി അടി ഉണ്ടാവും ആളുകളൊക്കെ. ഉള്ളത് പറയാമെന്ന് വിചാരിക്കാലോ. രാവിലെ പോകും, വൈകുന്നേരം കയറി വരും. ഒരാച്ചോടും കൊതുക്കൂലാത്ത പയ്യൻ പോടാ എൻ്റെ മുമ്പിൽ നിന്നും ചൂലേ. നാട്ടിലൊക്കെ ഈ വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടത്തേക്ക് മുത്തപ്പൻ ഒരു സ്നേഹസ്പർശമായിട്ട് കടന്നു വരുന്ന ഒരു സീനാണ്. നീ എന്തിനു മാറി നിൽക്കുന്നത്? നീ മാറി നിൽക്കണ്ട കേട്ടോ. നീ എനക്ക് വേറെയല്ല. മതങ്ങൾ തമ്മിൽ തന്നത് കാണുമ്പോ മനസ്സ് പടയുന്നുണ്ടല്ലേ പൈതങ്ങളെ. 5 നേരം നിസ്കരിക്കുന്നവളല്ലേ നീ? തമ്പുരാനെ എന്ന് കൈകൂപ്പി നിലവിളിക്കുന്നവളല്ലേ നീ? പിന്നെന്തിന് നീ വിഷമിക്കുന്നത്? വിഷമിക്കണ്ട, മുത്തപ്പൻ കൂടെയുണ്ട്. കുട്ടികളുടെ നാടകവേദിക്കും പ്രകാശൻ നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കാക്കാച്ചിയുടെ ഓർമ്മയ്ക്ക് പാക്കരൻ, മഞ്ഞപ്പൂക്കൾ, പച്ച നാടകങ്ങളും സംവിധാനം ചെയ്തു. അലക്സാണ്ടർ ജേക്കബ്, മണി, തീൻമേശയിലെ ദുരന്തം തുടങ്ങിയ നാടകങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിലെ കലാപ്രതിഭകളായ ആതിര ആർനാഥ്, ശ്രുതി B ചന്ദ്രൻ, വീണ നാരായണൻ എന്നിവരെ ഉൾപ്പെടുത്തി സംവിധാനം ചെയ്ത ഷോ എന്ന നാടകം ശ്രദ്ധേയമായിരുന്നു. ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുമ്പോഴും കലയെ മറന്നില്ല. ആരോഗ്യവകുപ്പിനു വേണ്ടി സംവിധാനം ചെയ്ത ഇത്തിരി ഒത്തിരി നേട്ടം, ഹാ കൃഷ്ണനും, ഗുളിക എന്നീ നാടകങ്ങൾ നിരവധി പുരസ്കാരങ്ങൾ നേടി. ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയായ അതിജീവനം ടെലിഫിലിം സംവിധാനം ചെയ്തു. കലയെ മറന്നിട്ടില്ല, കാരണം കലാപ്രവർത്തനം തുടരുന്നുണ്ട്. ആരോഗ്യ വകുപ്പിന് വേണ്ടി ഒരുപാട് ബോധവൽക്കരണ തെരുവ് നാടകങ്ങൾ, സംഗീത ശില്പങ്ങളൊക്കെ രചനയും സംവിധാനവും നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കൊതുക് വണ്ടി, ഗുളിക വണ്ടി, ഇത്തിരി ശ്രദ്ധ ഒത്തിരി നേട്ടം, രാമകൃഷ്ണനും ഹാജിയാരും, മാവേലി കൊമ്പത്ത്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ ബോധവൽക്കരണത്തിലൂടെ അവതരിപ്പിക്കാൻ ആരോഗ്യവകുപ്പിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കലയെ മറന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഭാര്യ സുജീതയും മകളായ രശ്രയ സാന്ദ്രയും കലാരംഗത്തുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
മഞ്ചേശ്വരം തുമിനാട് മഹാകാളി റോഡിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 7 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തുമിനാട് മഹാകാളി റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയായതോടെ ജനങ്ങളുടെ വർഷങ്ങളുടെ ദുരിതമാണ് അവസാനിച്ചത്. നാട്ടുകാരുടെ ദീർഘനാളത്തെ മുറവിളിക്കൊടുവിലാണ് റോഡ് നിർമ്മാണത്തിനായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ അനുവദിച്ചത്. സാമൂഹിക പ്രവർത്തകൻ ഇല്യാസ് തുമിനാടിന്റെ കഠിനാധ്വാനവും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ദ്രുതഗതിയിൽ പ്രവർത്തനം നടന്നപ്പോൾ യാഥാർത്ഥ്യമായത് മഞ്ചേശ്വരത്തെ ഏറ്റവും മികച്ച റോഡുകളിലൊന്നാണ്. 142 മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റ് റോഡ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ്. റോഡിന്റെ ഉദ്ഘാടനം നാട്ടുകാർ ആഘോഷം തന്നെയാക്കി മാറ്റി. ഈ മഹാകാളി റോഡിന് വേണ്ടി ഇവിടുന്ന് നാട്ടുകാർ ഒരുപാട് സഹകരിച്ചിന്. വെള്ളത്തിലും എല്ലാവരും ഒരുമിച്ച് ഒഗട്ടായിട്ട് ഇങ്ങനെ പണിയെല്ലാം ചെയ്ത് കൊടുത്തത്. ഇന്നങ്ങനെ എല്ലാം റോഡും ക്ലീൻ ആക്കുന്നതും ഓപ്പണിങ് വെച്ചതും പിന്നെ മെമ്പറിൻ്റെ നല്ല സഹകരണ കൂടെ ഈ റോഡും ലൈറ്റും എല്ലാം നല്ല രീതിയിൽ 2ാം വാർഡിൽ നടന്നിട്ടുണ്ട്. ഇന്ന് നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിച്ച ഇല്യാസ് തുമിനാട് തന്നെ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ನಮ್ಮ ಪಂಚಾಯತ್ ಸದಸ್ಯೆ ಮುಸ್ರಾತ್ ಅದರಲ್ಲದೆ ನಮ್ಮ ಇಲಿಯಾಸ್ ಇವರು ಅತಿ ಪ್ರಮುಖವಾದಂಥ ನೇತೃತ್ವವನ್ನು ವಹಿಸಿಕೊಂಡು ಈ ಕಾಮಗಾರಿಕೆಯನ್ನು ಪೂರ್ಣಗೊಳಿಸಿ 15 ದಿವಸಗಳು ಕಳೆದು ಇವತ್ತು ಉದ್ಘಾಟನಾ ಸಮಾರಂಭದಲ್ಲಿ ನಾವಿದ್ದೇವೆ. ഈ പുതിയ റോഡ് പ്രദേശവാസികൾക്ക് സുഗമമായ യാത്രയ്ക്കും പരിസ്ഥിതി സൗഹൃദ വികസനത്തിനും സഹായകരമാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഗുരുദേവ്, അബ്ബാസ്, ജിതേഷ്, ഇസ്മായിൽ, കൃഷ്ണ ശിവകൃപ, നാരായണ ബി, ഹനീഫ് തുമിനാട്, ദേവദാസ് ഷെട്ടി തുമിനാട്, രാജേഷ് തുമിനാട് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷികാഘോഷം വർണ്ണാഭമായി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഓരോ കലാപരിപാടികളും മികച്ച ദൃശ്യാനുഭവമാണ് പകർന്നത്. വാർഷികാഘോഷത്തിൽ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ആദരവേകി. മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ 26ാമത് സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ നടന്നു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ എഡ്വിൻ ഫ്രാൻസിസ് പിൻഡോ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. റവറൻഡ് ഫാദർ സ്റ്റാനി പെരേര മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ശാസ്ത്ര കലാ കായിക രംഗങ്ങളിൽ സ്കൂളിന് അഭിമാനം പകരുന്ന നേട്ടം കൈവരിച്ച പ്രതിഭാധനരായ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഷാളും മെമൻറ്റോയും നൽകി ആദരിച്ചു. പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ശാന്തി ലവീന സ്വാഗതം പറയുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. മഞ്ചേശ്വരം അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസ് പ്രതിനിധി പ്രദീപ് കുമാർ, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ, മഞ്ചേശ്വരം ചർച്ച് പാസ്റ്ററൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ് വിജയ് ഡിസൂസ, PTA വൈസ് പ്രസിഡന്റ് സ്വീത മൊന്തേരോ, മഞ്ചേശ്വരം ചർച്ച് പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ക്രിസ്റ്റിൻ ഡിസൂസ എന്നിവർ പങ്കെടുത്തു. ജയശ്രീ ലക്ഷ്മണ നന്ദി പറഞ്ഞു. നൃത്തം, നാടകം, നാടൻപാട്ട്, ഒപ്പന തുടങ്ങിയ വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിൽ അരങ്ങേറി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഓരോ കലാപരിപാടികളും മികച്ച ദൃശ്യാനുഭവമാണ് പകർന്നത്. പരിപാടി വീക്ഷിക്കുന്നതിനായി രക്ഷിതാക്കളും നാട്ടുകാരുമുൾപ്പെടെ 100 കണക്കിന് പേരാണ് എത്തിയത്. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചിറക് കൂട്ടായ്മയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ചിറക് കൂട്ടായ്മയും ജനമൈത്രി പോലീസും സംയുക്തമായി വാർഷികാഘോഷം സംഘടിപ്പിക്കും. പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. വിദ്യാനഗർ CI വിപിൻ UP പ്രകാശനം നിർവഹിച്ചു. ചിറക് കൂട്ടായ്മയുടെയും വിദ്യാനഗർ ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിറക് കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷം സംഘടിപ്പിക്കും. ജനുവരിയിൽ വിദ്യാനഗർ സൺറൈസ് പാർക്കിൽ നടക്കുന്ന പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. വിദ്യാനഗർ CI വിപിൻ UP പ്രകാശനം നിർവഹിച്ചു. ഹക്കീം പ്രിൻസ് സംസാരിച്ചു. ചിറക് കൂട്ടായ്മയുടെ ജനുവരിയിൽ നടക്കുന്ന പരിപാടിയുടെ ലോഗോ പ്രകാശനമാണ് ഇവിടെ നടന്നത്. ചിറക് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് വീൽ ചെയറും അതുപോലെ തന്നെ ഭക്ഷണ കിറ്റുകളും അവർക്ക് ആവശ്യമായ സാമഗ്രികളും അതുപോലെ തന്നെ അവർക്ക് ഉല്ലാസത്തിന് വേണ്ടിയുള്ള യാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറിയ ഇടവേളയിൽ തന്നെ ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഒരു തണലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചടങ്ങിൽ SI വിജയൻ മേലോത്ത്,
ചിറക് കൂട്ടായ്മ വൈസ് ചെയർമാൻ മഹ്മൂദ് എന്നെ, താഹിർ എന്നെ എന്നിവർ സംബന്ധിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഭിന്നശേഷി കുട്ടികൾക്കായി കലാപരിപാടികളും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കൂഡ്ലു പായിച്ചാലിൽ പന്നിഫാമിലെ മാലിന്യക്കുഴിയിൽ വീണുണ്ടായ അതിഥി തൊഴിലാളിയുടെ മരണം ദാരുണ സംഭവമായി. നേപ്പാൾ സ്വദേശി മഹേഷ് റൈയാണ് മരിച്ചത്. ഓപ്പറേഷൻ സ്മൈൽ പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഡിസംബർ 31-ന് KSRTC ഡിപ്പോ പരിസരത്ത് ധർണ സംഘടിപ്പിക്കും. 3 മുതൽ അനിശ്ചിതകാല സമരം. കലോത്സവത്തിൽ ആരോഗ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സമയ ചുമതല. അനുകരണ കലാകാരൻ പ്രകാശൻ ചന്ദേര തിരക്കിലാണ്. മഞ്ചേശ്വരം തുമിനാട് മഹാകാളി റോഡിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 7 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.